ഇന്ന് നമ്മളിന്ന് സംസാരിച്ച വിഷയം എന്ന് പറയുന്നത് ഇമോഷൻസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമോഷൻസ് എന്താണ്, ഇമോഷൻസിൻ്റെ ഫിസിയോളജിക്കൽ കോറിലേഷൻസ് ഒക്കെ എന്താണ്, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതൊക്കെയാണ്. ഇമോഷൻസിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ജെയിംസ് ലാഞ്ച് തിയറി അല്ലെങ്കിൽ ലാഞ്ചെ തിയറി ഓഫ് ഇമോഷൻ എന്ന് പറയുന്ന ഒരു ഇമോഷൻ്റെ ഒരു തിയറിയെ കുറിച്ചിട്ടാണ്. ഈ തിയറിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇമോഷണൽ തിയറിയുടെ അല്ലെങ്കിൽ ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറിയുടെ ആദ്യത്തെ തിയറിയാണെന്ന് പറയും, വിച്ച് ഇസ് ഏർലിയസ്റ്റ് തിയറി ഓഫ് ഇമോഷൻ. രണ്ട് പ്രധാനപ്പെട്ട ആളുകളാണ് ഇതിൻ്റെ പ്രൊപ്പൗണ്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ജെയിംസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റും ലാംഗെ എന്ന് പറയുന്ന ഒരു ഫിസിയോളജിസ്റ്റും കൂടിയിട്ടാണ് ഇതിനെ എന്താ പറയുക ഇമോഷൻ്റെ ഈ തിയറി ബേസ് ചെയ്തിട്ട് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കരയുക എന്നുള്ളത് നമുക്ക് സങ്കടം ഉള്ളതുകൊണ്ടാണ് കരയുക. അല്ലെങ്കിൽ നമ്മളൊരാളെ ലാഷ് ചെയ്യുക എന്നുള്ളത് ആംഗ്രി ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ട്രിമ്പിൾ എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ്, പേടിയുള്ളത് കൊണ്ടാണ് നമുക്ക് ട്രിമ്പിൾ ആവുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം. ദീസ് ആർ ദ ഫസ്റ്റ് 3 ones ആർ ദ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഇൻ അവർ ബോഡി ആൻഡ് that leads to the psychological aspects. അതാണ് ഈ തിയറി നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. എസ്പെഷ്യലി ഇമോഷണൽ റിയാക്ഷൻസ് ആർ always accompanied by complex changes in variety of psychological function, and such changes are integrated by the autonomic and semantic nervous system as well as the endocrine glands. That means അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട് 1884-ലും 1890-കളിലുമാണ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡീസ് ഈ ജെയിംസ് ലാഞ്ച് വില്യം ജെയിംസ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് പഠിക്കുന്നത്. ജെയിംസ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് ബോഡി ചേഞ്ചസ് ഫോളോ ഡയറക്ട്ലി ദ പെർസെപ്ഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഫാക്ട് ആൻഡ് ദാറ്റ് ആർ ഫീലിംഗ് ഓഫ് ദ സെയിം ചേഞ്ചസ് ദേ ഒക്കർ ഇൻ ദിസ് ഇമോഷൻസ്. അപ്പോൾ ബോഡിയിലെ ചേഞ്ചസ് ആണ് ഈ ഇമോഷൻസിന് പ്രധാനപ്പെട്ട അതിൻ്റെ ആദ്യം വരുന്ന ബോഡി ചേഞ്ചസ് ആണെന്നാണ് പറയുന്നത്. എസ്പെഷ്യലി എന്താ പറയുക, ദിസ് ഐഡിയ വിച്ച് came to be known as James Lange theory is that people experience emotion because they perceive their body's psychological response to external events. According to this theory, people feel sad because they cry. അതായത് ആദ്യം ഫിസിയോളജിക്കൽ ചേഞ്ച് വന്നതിന് ശേഷമാണ് സാഡ് ആവുന്നത്. പീപ്പിൾ ഫീൽ സാഡ് ബിക്കോസ് ദേ ക്രൈ ആൻഡ് ലൈക്ക് വൈസ് ദേ ഫീൽ ഹാപ്പി ബിക്കോസ് ദേ സ്മൈൽ. അതാണ് പറയണത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ, an emotional event occur a response in an automatic nervous system. This response is dictated by central nervous system to produce an emotional experience. So ആദ്യം വരുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലുണ്ടാവുന്ന ചേഞ്ചസ് ആണ്. ദാറ്റ് മീൻസ് ഫിസിയോളജിക്കൽ ചേഞ്ചാണ് ആദ്യം വരുന്നത്, അതിനുശേഷമാണ് ഇമോഷണൽ എക്സ്പീരിയൻസ് നമുക്ക് വരുന്നത് എന്നുള്ളതാണ് ഈ തിയറി നമ്മളോട് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു കാര്യം കൂടി പറയാം, ഒരു പ്രാവശ്യം കൂടി ഞാനത് റിപ്പീറ്റ് ചെയ്യാം. an emotional event occur a response in the autonomic nervous system and this response is detected by central nervous system to produce an emotional experience. For example, നമ്മളൊരു പാമ്പിനെ കണ്ടു. സ്വാഭാവികമായിട്ടും ഫസ്റ്റ് വൺ cognitive appraisal of the situation, this calls a fear and perception of autonomic response. My heart is beating fast and I am breathing hard, my fear must be intense എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പാമ്പിനെ കാണുന്ന സമയത്ത് ആദ്യം നമുക്ക് ഉണ്ടാകുന്നത് ഫിസിയോളജിക്കലായിട്ടുള്ള റെസ്പോൺസ് ഉണ്ട് എന്നുള്ളതാണ് പറയണത്, ഇമോഷന്. ജെയിംസ് ലാഞ്ച് തിയറി പറഞ്ഞു വയ്ക്കുന്നത്, the James Lange theory of emotion argues that an event causes physiological arousal first and then we interpret this arousal. ഫിസിയോളജിക്കൽ ചേഞ്ച് ആണ്, ഫിസിയോളജിക്കൽ അറൗസലാണ് ആദ്യം വരുന്നത്. ഓൺലി ആഫ്റ്റർ അവർ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ അറൗസൽ വി ക്യാൻ എക്സ്പീരിയൻസ് ഇമോഷൻ. ദാറ്റ് മീൻസ് ഫിസിയോളജിക്കൽ അറൗസൽ ഉണ്ടാവുന്നു, ഒരു ഇവൻ്റ് ഉണ്ടാവുന്നു, ഫിസിയോളജിക്കൽ അറൗസൽ ഉണ്ടാവുന്നു, ദാറ്റ് മേ ബി ഇൻ്റർപ്രിറ്റഡ് ബൈ അവർ സെൽഫ്. ആ ഇൻ്റർപ്രിട്ടേഷന് ശേഷമാണ് ഇമോഷൻസ് വരുന്നത്. ഇഫ് ദ അറൗസൽ ഈസ് നോട്ട് നോട്ടീസ്ഡ് ഓർ ഈസ് നോട്ട് ഗിവൺ എനി തോട്ട്, then we will not experience any emotion. നമുക്ക് അറൗസൽ ഉണ്ടായില്ല, അല്ലെങ്കിൽ ഈ അറൗസൽ കാരണം നമുക്കൊരു
നമ്മുടെ തോട്ടിലേക്ക് അത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇമോഷൻ ഉണ്ടാവില്ല. അതാണ് ജെയിംസ് ലാൻസ് തിയറി നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. ആദ്യം ഫിസിയോളജിക്കൽ ചേഞ്ചാണ് ആദ്യം വരുന്നത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, you are walking down a dark alley late at night. You hear footstep behind you and you begin to tremble. അല്ലേ? footstep നമുക്കറിയാം. Your heart beats faster and your breathing deepens. You notice these physiological changes and interpret them as your body's preparation for a fearful situation. You then experience fear. അതാണ് ആദ്യം ഫിസിയോളജിക്കൽ ചേഞ്ച് ഉണ്ടായതിനു ശേഷമാണ് ഈ പറയുന്ന സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇമോഷൻസ് നമുക്ക് വരുന്നത് എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. ആൻഡ് ജെയിംസ് ലാൻസ് തിയറി പറഞ്ഞു വയ്ക്കുന്നത് ആദ്യം സ്ലൈറ്റ് ഓൺ കമ്മിങ് കാർ പെർസെപ്ഷൻ ഓഫ് സ്റ്റിമുലസ്. ഒരു കാറ് വരുന്നു, ദാറ്റ് മീൻസ് പൗണ്ടിങ് ഹാർട്ട്, ദാറ്റ് മീൻസ് അറൗസൽ, ഒരു സംഭവം ഉണ്ടാവുന്നു. ആൻഡ് നെക്സ്റ്റ് ഈസ് ഫിയർ, ഇമോഷൻ നമുക്ക് ഉണ്ടാവും, ഫിയർ ഉണ്ടാവുന്നു. അപ്പോൾ നമുക്കറിയാം ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാണ് ഈ സ്റ്റേജിൽ വെച്ചിട്ട്. പൗണ്ടിങ് ഹാർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം അറൗസലിൽ കഴിഞ്ഞതിന് ശേഷം ആ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇൻ്റർപ്രറ്റ് ചെയ്യാണ്. ഇതുകൊണ്ടാണ്, അതിന് ശേഷമാണ് നമുക്ക് ഫിയർ വരുന്നത്. ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ജെയിംസ് ലാൻസ് തിയറിയുടെ ക്രിറ്റിസിസംസ് ഉണ്ട്. ജെയിംസ് ലാൻസ് തിയറി വാസ് ക്രിട്ടിസൈസ്ഡ് ഓൺ എ ലാർജ് സ്കെയിൽ. Since the theory inception, scientists have found evidence that not all aspects of the theory are relevant and true. The theory was criticized by Walter Cannon and Philip Barr, who theorized that physiological changes are caused by emotion. അതായത് നേരെ തിരിച്ചാണ് അവർ പറയണേ, ഇമോഷൻസ് വന്നതിന് ശേഷമാണ് ഫിസിയോളജിക്കൽ ചേഞ്ച് വരുന്നത്, വിച്ച് ഈസ് എസെൻഷ്യലി ഓപ്പോസിറ്റ് ദ ജെയിംസ് ലാൻസ് തിയറി നോൺ ആസ് കാനൻ ബാർഡ് തിയറി ഓഫ് ഇമോഷൻ. ഞാൻ അടുത്ത ക്ലാസ്സിൽ കാനൻ ബാർഡ് തിയറി പറയാം. ആൻഡ് കാനൻ ബാർഡ് തിയറി പറയുന്നത് കാനൻ ബാർഡിൽ he emphasized that the viscera can be separated from central nervous system and have no impact on emotion. അത് ഈ ഫിസിയോളജി ചേഞ്ചും സൈക്കോളജിക്കൽ ചേഞ്ചും തമ്മിലുള്ളൊരു ഇൻഡെപ്ത് ഇമോഷനൊന്നും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന് തമ്മിൽ ബന്ധമില്ല എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ആൻഡ് ദീസ് കോൺട്രഡിക്ട്സ് ജെയിംസ് ലാൻസ് തിയറി ബിക്കോസ് ജെയിംസ് ബിലീവ്ഡ് ദാറ്റ് വിസറ ഈസ് ദ സെൻറ്റർ ഓഫ് ഇമോഷൻ. വിസറ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡീപ്പ് ഇമോഷൻ, ഡീപ്പ് ഇൻറ്റൻസ് ഫീലിങ്ങിനെയാണ് വിസറ എന്ന് പറയുന്നത്. അതാണ് ഇമോഷൻസിന് പ്രധാനമായിട്ടും അതിൻ്റെ പിൻ പോയിന്റ് എന്ന് പറയുന്നത്. കാനൻ എക്സാമിൻ റിസർച്ച് പെർഫോംഡ് ബൈ Sherrington, who separated the spinal cord and vagus nervous system, all connection in the rest of the body, and found that the experience of emotion did not change, thus disproving the idea that viscera has a major impact on emotion. അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട്. ഒന്ന് പെർസെപ്ഷനാണ് ഈ ബോഡിലി ചേഞ്ചസിന് ഉണ്ടാക്കുന്നത് വിത്തൗട്ട് അറൗസിങ് ദ ഇമോഷൻ. പെർസെപ്ഷൻ കോസസ് ബോഡിലി ചേഞ്ചസ് വിത്തൗട്ട് അറൗസിങ് ദ ഇമോഷൻ. According to James, if we see a mobile black image in the jungle, our heart stops beating and we start trembling before any clear idea of danger is conceived. നമുക്കറിയാം. Apparently in this case the perception and bodily changes precede the emotion. Perception and bodily changes precede the emotion. അതാണ് പ്രധാനമായിട്ടും പെർസെപ്ഷനാണ് പ്രധാനമായിട്ടും വരുന്നത്. ഇനി an emotion cannot be imagined in the absence of physical expression. സ്വാഭാവികമായിട്ട് ഒരു ഇമോഷൻ നമുക്ക് അറിയില്ല. According to James, if we imagine an emotion and then try to remove the signs of its physical experience from our consciousness, we do not find any such thing which may constitute an emotion. അതാണ് പ്രധാനമായിട്ടും. ഇപ്പോൾ ഒരു സപ്രഷൻ ഓഫ് ഫിസിക്കൽ എക്സ്പ്രഷൻ റിസൾട്ട് ഇൻ ദ സപ്രഷൻ ഓഫ് റിലേറ്റഡ് ഇമോഷൻ, അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഈ നമ്മുടെ ബോഡിലി ചേഞ്ചസിലുണ്ടാകുന്ന സപ്രഷൻ നമ്മൾ സപ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഇമോഷൻസിനെയും ബാധിക്കും എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഒബ്ജെക്ഷൻസ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ഈ ഈ ജെയിംസ് ലാൻസ് തിയറിക്ക് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും ജെയിംസ് ലാൻസ് തിയറി. ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, താങ്ക് യു.